വിപ്ലവകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന അന്തം ജനുസുകളിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമായ ദാമ്പത്യമാണ് കോഴിക്കോട്ടെ CPM നേതാക്കളായ പി മോഹനൻ്റെയും KK ലതികയുടെയും. ഗോവിന്ദ ശ്യാമളം പോലെയും വിജയരാഘവ ബിന്ദുക്കൾ പോലെയും സച്ചിൻ ആര്യ കൂട്ടുകെട്ട് പോലെയും വളരെ ശ്രദ്ധേയമായ സംഭാവനകളാണ് അവർ കമ്മ്യൂണിസത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ അക്രമവും വർഗീയതയും പടർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പി മോഹനൻ ലതിക ദമ്പതികൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ നടന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. ആ സ്ക്രീൻഷോട്ട് പ്രചരിച്ചതോടെ വടകര മണ്ഡലത്തിൽ എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടായത്. നമ്മുടെ ഡബിൾ റഹീം അടക്കമുള്ള CPM നേതാക്കളെല്ലാം വിഷം കൊടും വിഷമെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഷാഫി പറമ്പലിനെതിരെ പ്രചരണം നടത്തിയത്. അന്തംകമ്മി സൈബർ സഖാക്കളാരോ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് KK ലതിക അവരുടെ ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. മനഃപൂർവ്വം വർഗീയ ലഹള ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി CPM ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച ആ സ്ക്രീൻഷോട്ടിനെതിരെ അന്ന് പോലീസ് പേരിന് ഒരു അന്വേഷണം നടത്തി. പക്ഷേ ഭരണത്തിൻ്റെ ബലത്തിൽ ഒന്നും സംഭവിച്ചില്ല. നിരപരാധിയായ ഒരു മുസ്ലിം ലീഗുകാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പുതിയ സർക്കാർ വന്നതോടെ കഥയാകെ മാറി. ഈ വിഷയം അന്വേഷിക്കാൻ സർക്കാർ ഒരു SIT രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഉദ്യോഗസ്ഥർ സന്ദേശം പ്രചരിപ്പിച്ച 3 പേരെ ചോദ്യം ചെയ്തത്. DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ, റെഡ് ബറ്റാലിയൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശം പോസ്റ്റ് ചെയ്ത അമൽ റാം എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ഇവർ 3 പേരും നിലവിൽ കേസിൽ സാക്ഷികളാണ്. മുൻപ് ലോക്കൽ പോലീസ് ഇവരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. ഇവർ സന്ദേശം പോസ്റ്റ് ചെയ്തതിൻ്റെ ശാസ്ത്രീയ തെളിവ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ KK ലതികയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലതികയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പടച്ചുവിടാനും പ്രചരിപ്പിക്കാനുമായി ഒരുപാട് കമ്മി ഗ്രൂപ്പുകൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ബറ്റാലിയൻ, ചെമ്പട എന്ന് വേണ്ട ജനങ്ങൾ പാർട്ടിയെ വെറുക്കാനുള്ള എല്ലാ ആധുനിക സജ്ജീകരണവും ഇവരുടെ കയ്യിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലെയും ഫേസ്ബുക്കിലെയും തള്ളല്ലാതെ പാർട്ടിയിൽ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയാണ്. അന്ന് വടകരയിൽ നടന്ന നൈറ്റ് മാർച്ച് കണ്ടാൽ KK ശൈലജ ഇപ്പോൾ പാർലമെൻറ്റിൽ ഇരിക്കേണ്ടതാണ്. ഇവന്മാരുടെ ശല്യം കാരണം സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും അകന്നു പോയി കഴിഞ്ഞു. സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ വർഗീയ പ്രചാരണം അഴിച്ചുവിടാൻ ഒരു പോസ്റ്റർ സ്വന്തം നിലയ്ക്ക് അങ്ങ് പ്രചരിപ്പിക്കുക, എന്നിട്ടത് എതിരാളികളുടെ തലയിൽ വെച്ച് കൊടുക്കുക. ഈ ആധുനിക കാലത്തും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ തെളിവാണിത്. കഴിഞ്ഞ ദിവസം ഏതോ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ ഒരു പടം വെച്ച് ഉന്നത വിവരദോഷ മന്ത്രിയായിരുന്ന ബിന്ദു മുഖ്യമന്ത്രിക്കെതിരെ ദുരാരോപണം ഉന്നയിച്ച് അശ്ലീല ചുവയുടെ ഒരു പോസ്റ്റ് ഇട്ടത് നമ്മൾ കണ്ടതാണ്. ഒടുവിൽ സംഗതി പോലീസ് കേസും വിവാദവുമാകുമെന്ന് അറിഞ്ഞപ്പോൾ ആ പോസ്റ്റും പൊക്കിക്കൊണ്ട് ബിന്ദു ഓടുകയായിരുന്നു. അവർ നേടിയിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഇവരുടെ ചിന്തകളെ സ്വാധീനിക്കാറേയില്ല. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് KK ശൈലജ പ്രതികരിച്ചത്, ഞാൻ പറഞ്ഞതാണ് KK ലതികയോട് ഇത്തരം പോസ്റ്റുകൾ ഇടരുത് എന്ന്. അപ്പോൾ ലതിക എന്നോട് പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊക്കെ ജനം അറിയേണ്ടതല്ലേ ചേച്ചി എന്നായിരുന്നത്രേ. സംഭവത്തിൽ പോലീസ് ഇടപെട്ട് ഫേസ്ബുക്ക് പേജിൽ നിന്നും ആ സ്ക്രീൻഷോട്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവരതിന് തയ്യാറായതുമില്ല. ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് നീക്കം ചെയ്ത ശേഷം ലതിക പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയായിരുന്നു. ആ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് പോലീസ് പറഞ്ഞിട്ട് പോലും ഈ സ്ത്രീ അത് പിൻവലിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവരുടെ വകതിരിവില്ലായ്മ വ്യക്തമാക്കുന്നത്. തന്നാലാവും വിധമൊക്കെ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ KK ലതിക ശ്രമിക്കുമ്പോൾ ഭർത്താവ് പി മോഹനനും വെറുതെ ഇരുന്നിട്ടില്ല. TP ചന്ദ്രശേഖരനെ വധിച്ച കേസിലെ 14ാം പ്രതിയായിരുന്നു ഈ പി മോഹനൻ. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി നേരിട്ടുള്ള തെളിവുകളോ സാഹചര്യങ്ങളോ ഇല്ല എന്ന് കണ്ട് വിചാരണ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു. തികച്ചും സാങ്കേതികമായ വെറുതെ വിടൽ. 2012 ഏപ്രിൽ 2-ന് 30ാം പ്രതിയായിരുന്ന രവീന്ദ്രനെ പൂക്കടയിൽ വെച്ച് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ഇതാണ് പി മോഹനൻ KK ലതിക ദമ്പതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം. കെട്ടതെന്തിനും കാക്കവായിൽ മോക്ഷമെന്ന് പറയും പോലെ എന്ത് കെട്ട വർത്തമാനങ്ങളും പറഞ്ഞ് ഇവർ സമൂഹത്തിൽ അലശണ്ട ഉണ്ടാക്കും. കോഴിക്കോട്ട് നടന്ന മെക്സവൻ വ്യായാമ കൂട്ടായ്മയെപ്പറ്റി പി മോഹനൻ പറഞ്ഞത് വ്യായാമ പരിശീലനത്തിന് എത്തുന്നത് തീവ്രവാദികളാണെന്നായിരുന്നു. അച്ഛനും അമ്മയും പ്രസ്ഥാനത്തിനു വേണ്ടി കനത്ത സംഭാവന നൽകുമ്പോൾ മക്കൾ വെറുതെ ഇരിക്കുമോ? ഇവരുടെ മകനായ ജൂലിയസ് നിഖിദാസും ചില്ലറ പ്രവർത്തനങ്ങളൊന്നുമല്ല നടത്തി വരുന്നത്. 2024 ഫെബ്രുവരിയിൽ കോഴിക്കോട്ട് വെച്ച്
ഗോവ ഗവർണറായിരുന്ന PS ശ്രീധരൻപിള്ളയുടെ സുരക്ഷാ വാഹനത്തിലേക്ക് ഈ മകൻ കാർ ഓടിച്ചങ്ങ് കയറ്റി. പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് വാഹനം മുന്നോട്ടെടുത്തതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും CPM സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു BJPയുടെ ആരോപണം. കോഴിക്കോട് ജില്ലയിലെ CPMൻ്റെ സൈബർ ഇടപെടലുകൾക്ക് പിന്നിൽ ചില്ലറ സംഭാവനകളല്ല ഈ യുവാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം ഒന്നടങ്കം വിപ്ലവത്തിനിറങ്ങുമ്പോൾ വന്നു കയറുന്ന മരുമകൾ വെറുതെ ഇരിക്കാൻ പറ്റുമോ? മാധ്യമപ്രവർത്തകയായ ഈ മുൻ SFI നേതാവും പലതരത്തിൽ പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ്. മരമുറി ചാനലിന് വേണ്ടി അതിജീവിതകളെ കോർഡിനേറ്റ് ചെയ്യുന്ന പണിയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ കാരണവരായ P മോഹനോട് പറയാനുള്ളത് ചങ്ങമ്പുഴയുടെ വരികളാണ്. മതി മോഹന ശുഭനർത്തനം. ഭരണമൊക്കെ മാറി, ഇനി നിങ്ങളുടെ നർത്തനത്തിന് വലിയ ആയുസ്സൊന്നും ഉണ്ടാകണമെന്നില്ല.